ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സംഭവം കണ്ടപ്പോൾ മനസ്സിലായില്ലല്ലോ എങ്ങോട്ടേക്കോ പർച്ചേസിനുള്ള പോക്കാണെന്നുള്ളത്. യെസ് ഗൈസ്, ഇറ്റ്സ് ഷോപ്പിംഗ് ടൈം. എനിക്കല്ല എന്തായാലും. അപ്പോൾ ഇന്ന് 31 ജൂലൈ, ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ചെറിയ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ടോയ്സും ഇതൊന്നും കൊടുക്കണ ആ ഒരു ഇതൊന്നും ഏജൊന്നും അല്ലല്ലോ. അപ്പം എന്തെങ്കിലും ഡ്രസ്സ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കണം. ഓക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഓക്കെ ഡ്രസ്സ് തന്നെ ആയിരിക്കും മെയിൻ ഇഷ്ടപ്പെടുക. അപ്പം അങ്ങനത്തതാകുമ്പോൾ നമുക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ ഒന്ന് നോക്കി ഇറങ്ങിയതാണ്. അപ്പം ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ജേർണലിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ ഗിവ് അവേ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കാൻ പോകുന്നുണ്ട്. 4Kയിലാണ് ഗിവ് അവേ അനൗൺസ് ചെയ്തത്. 4K ആയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു നമുക്കൊരു 10 സബ്സ്ക്രൈബേഴ്സും കൂടി കയറിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മൾ 4K ആവുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് 4K കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗിവ് അവേൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് ഒരു കമൻസോ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൽ നിന്ന് കമൻസോ അല്ലെങ്കിൽ സബ് നോക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടായിരിക്കും അതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കൂടുതൽ അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ ഫാമിലി മാളിലൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു. രാധാ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഫാമിലി മാളിൽ പോയൊക്കെ വെച്ചു. അവിടെ ആകുമ്പോൾ നമുക്ക് ടോപ്സ് കാര്യം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് ടോപ്സ് ഇങ്ങനെ ഷോർട്ടായിട്ട് വരുന്ന ഷർട്ട് ലൈക്കോ അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്ത് വരുന്ന ടോപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ് പോയത്. അവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അഫോർഡബിൾ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒന്നും സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ അവിടുന്ന് എല്ലാം നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഉദ്ദേശിച്ച സംഭവം നമ്മളെ മൈൻഡിലുണ്ടാവില്ല. ഓക്കെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും എന്നുള്ളത്. അപ്പം അത് നോക്കി പോയതാണ്. അപ്പം ആ സാധനം എന്തായാലും കിട്ടിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് സെനോറയിലെത്തി. അവിടെ നിന്നാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടി. നമ്മളൊരു ബഡ്ജറ്റിലും ഇതിലൊക്കെ ഒതുങ്ങുന്ന ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇതാ 1 മില്യൻ്റെ പെർഫ്യൂം ഉണ്ടായിരുന്നു. അടിപൊളി സ്മെല്ലാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് കോപ്പിയാണ്. അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ സാധനം തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് ബ്രദറിൻ്റെ കൈമലുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് കുറച്ചൊരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഫസ്റ്റ് കോപ്പിയില്ല, അപ്പം അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് സാധനം വാങ്ങുന്നത് ബോട്ടിൽ. നമ്മളിപ്പോഴത്തെ എന്താ പിൻട്രസ്റ്റി ആയിട്ടുള്ള കുറേ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ അത് കിട്ടി. അത് വാങ്ങി വരുമ്പോൾ തന്നെ നല്ല മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് മഴ. ഇപ്പം അങ്ങനെയാണല്ലോ, രാവിലെയൊക്കെ നല്ല മഴയായിരിക്കും. ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങി, നല്ല സ്ട്രോങ് മഴയായിരിക്കും. അപ്പോൾ അവിടെ കയറി ഓള് കുറേ ആയി ഇങ്ങനെ ആ ബോട്ടിൽ വേണം ഓർഡർ ചെയ്യണമെന്നൊക്കെ പറയും. ഞാനിങ്ങനെ സ്റ്റെക്കാക്കി ഇങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും ബർത്ത്ഡേക്ക് പറ്റിയൊരു ഗിഫ്റ്റാണെന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഞാൻ അതും വാങ്ങിച്ചു. അങ്ങനെ സെറ്റായിട്ട് വരില്ലേ 3 ബോട്ടിൽ ഒരുമിച്ച് പല കളറിൽ. എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇനി നെക്സ്റ്റ് പരിപാടി കേക്ക് വാങ്ങണം, വീട്ടിൽ പോകണം. ഇറങ്ങുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇടയിൽ വെച്ചങ്ങാണ്ട് റെയിൻകോട്ട് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ റെയിൻകോട്ട് ഇടണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്ലായിലെ ഹെവൻലി കേക്കിലാണ് നമ്മൾ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ കേക്കും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയത് നമുക്ക് ഓർമ്മയുള്ളൂ. ഫുള്ള് ബ്ലോക്ക്. മീൻചന്ത ബൈപ്പാസ്, കണ്ണഞ്ചേരി മുതൽ ഫുള്ള് അങ്ങോട്ട് ബ്ലോക്ക്. മീൻചന്ത ബൈപ്പാസും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇനി ഇവിടെ നിന്നിട്ട് ഏകദേശം തീരുമാനമാകും നമുക്ക് എന്തായാലും വേറെ എത്തൂല, നമ്മൾ വിചാരിച്ച ടൈമിൽ എത്തൂല. ഇന്ന് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തില്ല, അത് പറ്റൂല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയ കൂടുവഴിയൊക്കെ എടുത്തുകൊണ്ട് വേറെ റൂട്ടിൽ കൂടെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
അങ്ങനെ ഓള് സർപ്രൈസ് ഒക്കെ ആയിട്ടുണ്ട്. കേക്ക് ആയിട്ട് വരുന്ന അറിയാം, പക്ഷെ ഗിഫ്റ്റിൻ്റെ കാര്യം ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവം വാങ്ങാറില്ല, പൊതുവേ ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ പിന്നെ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് മാറ്റി പിടിച്ചതാണ് ഗിഫ്റ്റ് കൊടുക്കാമെന്നല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തു. ഓള് വിചാരിക്കാത്ത സംഭവം ആയതുകൊണ്ട് ഓള് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് എക്സൈറ്റഡ് ആയത് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിലാണ്. കാരണം കുറേ കാലമായി ഓളിൻ്റെ വയറ്റിൽ നടക്കണം, അതൊന്ന് ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞില്ല ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴിവാക്കി വിടല. നമുക്ക് പറ്റിയ സിറ്റുവേഷനിൽ അത് വാങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയല്ലേ. അപ്പം അതാണ് ഓളെ മുഖത്ത് കാണാനുള്ള ഈ ഒരു എക്സ്പ്രഷൻ. ഞങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ വീട്ടിൽ ഏകദേശം എല്ലാ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വരുമോ ഇല്ലേ എന്നുള്ള ഒരു ചെറിയ ഇത്, കാരണം ഞാൻ ഇന്നലെ വന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വീണ്ടും വരുമോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ എല്ലാവരും കൂടി ഉപ്പൊക്കെ വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല കേക്ക് ആയിരുന്നു കേട്ടോ. ഹെവൻലി കേക്കിൽ ഞാനിത് സെക്കൻഡ് ടൈമാണ് ചോക്ലേറ്റ് ട്രഫിൾ വാങ്ങുന്നത്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പൊറാട്ട ഉണ്ടായിരുന്നു, ജിഞ്ചർ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, പൊരിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ മന്ത് ഈസ് എ ഓഗസ്റ്റ് മന്ത് നമുക്ക് ജേർണലിംഗ് ഒക്കെ ആയിട്ട് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.